ബഹുമാന്യരെ, സഹകരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സഹകരണ എക്സ്പോയുടെ 3ാം എഡിഷൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികളാണ് ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ 30 വരെ ഈ ക്യാമ്പസിൽ നടക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് 12ഓളം സെമിനാറുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏകദേശം 400ഓളം സ്റ്റോളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കലാപരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇതിലെല്ലാം നിന്ന് വ്യത്യസ്തമായി സഹകരണ വകുപ്പിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും നാഴികക്കല്ലായി മാറാൻ പോകുന്ന അല്ലെങ്കിൽ മാറേണ്ട ഒരു സെമിനാറിലാണ് നമ്മളിന്ന് ഉള്ളത്. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള സഹകാരികളുടെ ഒരു എണ്ണം എടുക്കുകയാണെങ്കിൽ ഏകദേശം 3.5 കോടി സഹകാരികളാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. അവരുടെ ഒരു പ്രായം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുക 80% സഹകാരികളും 50 വയസ്സിൻ്റെ മേളിലുള്ള ആൾക്കാരാണ്. ഗവൺമെൻറ് വളരെ കൃത്യതയോടുകൂടി ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ യുവസംഘങ്ങൾ ഏകദേശം കേരളത്തിൽ 42ഓളം യുവസംഘങ്ങൾ രൂപീകരിച്ച് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആ യുവസംഘങ്ങളുടെ പ്രവർത്തനം നമ്മൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടൊരു സംഗതിയാണ്. ഈ എക്സ്പോയുടെ ഭാഗമായി നമ്മളൊരു പുതിയ ആശയം, 1-2 പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, ഇതിൻ്റെ ഒരു സ്ലോഗൻ നമ്മളെടുത്തുള്ളത് സഹകരണമാണ് ലഹരി. യുവാക്കളിലിപ്പോൾ കണ്ടുവരുന്ന ലഹരിയുടെ ഒരു ഭ്രമം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമാണ് സഹകരണമാണ് ലഹരി എന്ന ഒരു തീം ലൈനോട് കൂടിയാണ് നമ്മൾ ഈ വർഷത്തെ എക്സ്പോ ആരംഭിച്ചിട്ടുള്ളത്. ഒരു പദ്ധതി ഇവിടെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുകയാണ്. അത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം യുവാക്കളെയെങ്കിലും സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ബൃഹത്തായ പദ്ധതികൾ തയ്യാറാക്കുക എന്നതും കൂടി നമ്മുടെ മനസ്സിലൊരു ആശയമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് സഹകരണ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മേന്മകൾ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി വലിയൊരു ഇടപെടൽ സഹകരണ വകുപ്പ് യുവാക്കളുടെയും പ്രത്യേകിച്ച് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് നടക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത്തരം പരിപാടികൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന് കൃത്യമായുള്ള ദിശാബോധം നൽകേണ്ടത് നമ്മളെ നയിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹത് വ്യക്തികളൊക്കെയാണ്. അവരുടെ ആശയങ്ങൾ എന്താണ് എന്ന് കേൾക്കാനും മനസ്സിലാക്കാനും അത് നമുക്ക് പ്രാവർത്തികമാക്കാനും ഒക്കെയാണ് ഇത്തരം സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത്തരമൊരു സെമിനാറിൻ്റെ ഭാഗമായി ഇന്ന് നമ്മോടൊപ്പം അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ അവകളാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അധ്യക്ഷ പ്രസംഗികനായി നമ്മോടൊപ്പം എത്താമെന്ന് ഏറ്റിരുന്നത് വട്ടിയൂർക്കാവിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവറുകളാണ്. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഈനാട് യുവ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സജേഷ് ശശിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മോടൊപ്പമുള്ളത് ഐക്യൂബ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുൻ വർഷങ്ങളിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംഘങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മുഹമ്മദ് ഷാഫി ആണ്. അദ്ദേഹം ആ ഐക്യൂബ്സ് എന്ന യുവസംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് ശ്രീ അയ്യപ്പൻ നായരാണ്, സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ തിരുവനന്തപുരം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ഈനാട് യുവ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സജേഷ് ശശി അവരെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ പ്രിയപ്പെട്ട എൻ ഷംസീർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹകരണ സംഘം രജിസ്ട്രാർ പ്രിയപ്പെട്ട D സജിത് ബാബു IAS,
ഒപ്പം ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് യുവ സഹകരണ സംഘത്തിൻ്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ട മുഹമ്മദ് ഷാഫി അയ്യപ്പൻ സാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ ഭാവനാപൂർണമായാണ് സംസ്ഥാന സർക്കാർ യുവജന സഹകരണ സംഘം എന്നൊരാശയം കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് യുവ സഹകരണ സംഘം എന്നൊരാശയം ഒരു ഗവൺമെൻറ് ഒരു നാടിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആ യുവ സഹകരണ സംഘം എന്ന ആശയം അവതരിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ യഥാർത്ഥ വസ്തുത പൊതുവെ സഹകരണ മേഖലയിൽ ചെറുപ്പക്കാരുടെ പങ്കാളിത്തമില്ല എന്നത് തന്നെയായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അതിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. കേരളത്തിൽ ആരംഭിച്ച യുവ സഹകരണ സംഘങ്ങളിൽ എല്ലാ യുവ സഹകരണ സംഘങ്ങളും മികച്ച നിലയിൽ പോകുന്നില്ല എന്നുള്ളത് വർത്തമാനകാലത്ത് നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഉദ്ദേശിച്ചത് തന്നെ പുതിയ കാലത്തിനനുസൃതമായി സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യയെ സഹകരണ മേഖലയിൽ എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ യുവ സഹകരണ സംഘം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ വ്യത്യസ്തമായ ആളുകൾ അതാത് മേഖലയിലെ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പ്രസിഡൻ്റായുള്ള ഈ നാട് യുവജന സഹകരണ സംഘം മാലിന്യ സംസ്കരണ മേഖലയിൽ പൊതുവെ ചെറുപ്പക്കാരൻ കടന്നു വരാത്ത ഒരു വൈറ്റ് കോളർ ജോലി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ പൊതുവെ വിമുഖത കാണിക്കുന്നൊരു മേഖലയിലേക്കാണ് ഞങ്ങൾ ആദ്യമേ കടന്നു വന്നതും ഞങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതും. അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇപ്പോൾ പുതിയ കാലത്ത് ഏതൊരു സംരംഭത്തിനും അതിൻ്റെ സാങ്കേതിക സഹായവും പിന്തുണയും അനിവാര്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പിന്തുണയോടുകൂടി അവരുടെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തോട് ചേർന്നാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് മാലിന്യ സംസ്കരണ മേഖലയിൽ ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ശുചിത്വ മിഷൻ്റെ സർവീസ് പ്രൊവൈഡറായിട്ടുള്ള ഏക യുവജന സഹകരണ സംഘമാണ് ഈ നാട് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കഴിഞ്ഞ വർഷം 22 കോടി രൂപയുടെ ടേൺ ഓവറാണ് നമുക്കുള്ളത്. 63 ലക്ഷമാണ് കഴിഞ്ഞ അവസാനത്തെ ഓഡിറ്റ് പൂർത്തിയാകുമ്പോൾ നമുക്ക് ലാഭമായി വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പൊതുവെ മാലിന്യ സംസ്കരണ മേഖല ചെറുപ്പക്കാർ മാറി നിൽക്കുന്നൊരു മേഖലയിൽ 252 പേർ ഇന്ന് ഈ നാടിൻ്റെ ജീവനക്കാരായി പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ ജീവനക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. പുതിയ കാലത്തിനനുസൃതമായി കുറേയധികം ചെറുപ്പക്കാർക്ക് ജോലി നൽകുക സഹകരണ മേഖലയിലെ പുതിയ സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തി എന്ന ലക്ഷ്യവും കൂടിയാണ് ഞങ്ങൾ പ്രായോഗിക തലത്തിൽ ഒരു വിജയത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് അതിനോടൊപ്പം ഞങ്ങളുടെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന മന്ദിരത്തോട് ചേർന്ന് ഒരു ഈനാട് ക്യാമ്പസ് സഹകരണ മേഖലയുടെ വിവിധ സാധ്യതകളെക്കുറിച്ച് ഒപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മറ്റ് ഇതര സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറായി കടന്നു വരുന്ന ഓരോരുത്തർക്കും അവസരം ഒതുക്കാൻ കഴിയുന്ന ഒരു ഇൻക്യുബേഷൻ സെൻറ്ററുകളും വരാൻ പോകുന്ന ദിവസങ്ങളോടുകൂടി ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ സഹകരണ മേഖലയുടെ അനന്ത സാധ്യതകളിലേക്ക് നമ്മൾ പോവുകയാണ്. 1-2 വിഷയങ്ങൾ കൂടി ഞാൻ ഈ സെമിനാറിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സഹകരണ മേഖലയിൽ പുതിയ ഞങ്ങളുടേതുപോലെയുള്ള സംരംഭങ്ങൾക്ക് പുതിയ സഹകരണ സംഘങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയായി പലപ്പോഴും വരുന്നത് ഓഡിറ്റ് പോലെയുള്ള ചില പ്രശ്നങ്ങളാണ്. അതിന് കാലാനുസൃതമായ മാറ്റം അനിവാര്യതയാണ്. കാരണം ഓഡിറ്റ് സംവിധാനം ഇപ്പോഴും പഴയകാല സഹകരണ സംഘങ്ങളുടെ അതേ രൂപത്തിൽ കടന്നു പോകുമ്പോൾ പുതിയ കാലത്തെ സാധ്യതയ്ക്ക് അനുസൃതമായി ഓഡിറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഓഫീസുകളിലും ചില മാറ്റങ്ങൾ പുതിയ ചെറുപ്പക്കാർക്ക് കൂടി കടന്നു വരാൻ ഉതകും വിധത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട എ എൻ ഷംസീർ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കറാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു ജനപ്രതിനിധി, തികഞ്ഞ ജനപ്രതിനിധി എന്നതിനെല്ലാം അപ്പുറത്ത് ഒരു മികച്ച സഹകാരി കൂടിയാണ് പ്രിയപ്പെട്ട സ്പീക്കർ. ഒപ്പം തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാം നേതാവ് എന്ന നിലയിൽ സഹകരണ മേഖലയിലെ മാറ്റങ്ങളും ചെറുപ്പക്കാരൻ്റെ മനസ്സിലെ ഇംഗിതങ്ങളെയും എല്ലാ ഘട്ടത്തിലും നേരിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട സ്പീക്കർ എ എൻ ഷംസീർ വളരെ വിശദമായി തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ സ്നേഹപൂർവ്വം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സഹകരണ എക്സ്പോ 2025 ഭാഗമായി സംഘടിപ്പിക്കുന്ന യുവജന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സജേഷ്, വേദിയിലിരിക്കുന്ന ഷാഫി, ഇവിടെ സ്വാഗതം പറഞ്ഞ ടി സജിത് ബാബു, സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 23 മുതൽ 30 വരെയാണ് ഏപ്രിൽ 21 മുതൽ 30 വരെയാണ് ഈ കനകക്കുന്നിൽ ഒരു സഹകരണ എക്സ്പോ സംസ്ഥാന സഹകരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇന്നോവേറ്റീവായ ഒപ്പം വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ സഹകരണ മേഖലയുടെ വ്യത്യസ്തങ്ങളായ എക്സിബിഷൻസും സ്റ്റാളുകളും മറ്റും ഇവിടെ എക്സിബിഷൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിനകത്തും പുറത്തുള്ള ആളുകൾക്ക് ഈ ദിവസങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ
തിരുവനന്തപുരത്ത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായി ഈ സഹകരണ എക്സ്പോ മാറിയെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇനിയും 3 ദിവസം കൂടിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇതിന് മുന്നിലൂടെ പോകുമ്പം വലിയ ജനക്കൂട്ടമാണ്. അത് ഈ സഹകരണ എക്സ്പോ കേരളത്തിലെ ജനസമൂഹം ഏറ്റെടുത്തു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ പ്രദേശം ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടെന്ന് മനസ്സിലായി, വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുള്ള ഒരു തിരക്കായിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് അതല്ല, ഇവിടെ എക്സ്പോ നടക്കുന്നു എന്നുള്ള കാര്യം. സഹകരണ മേഖല ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ഇടപെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. സഹകരണ മേഖല അവഗണിച്ചുകൊണ്ട് നമുക്ക് ആർക്കും പോകാൻ സാധിക്കുന്നതല്ല. സഹകരണ മേഖലയാണ് കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നിൽ വന്നു? ആ ചോദ്യത്തിന് വളരെ ഒബ്ജക്റ്റീവായ ഉത്തരം എഴുതുമ്പം അതിലൊന്നോ രണ്ടോ സ്ഥാനത്ത് കൊടുക്കാൻ സാധിക്കുന്ന ഉത്തരം സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. കാരണം ഇത്രയധികം ജനങ്ങൾ ഇടപെട്ടു പോകുന്നൊരു മേഖല മറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം ജീവിത നിലവാരം കേരളത്തിൽ ഉയർന്നതാണ്, മെച്ചപ്പെട്ടത്. എന്താ കാരണം? അത് ഈ സഹകരണ മേഖലയുടെ സാന്നിധ്യമാണ്. ദൈനംദിന ജീവിതവുമായി സഹകരണ പ്രസ്ഥാനം അത്രയും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ഇത് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് വെറുതെ നിങ്ങളുടെ കൈയടി നേടാൻ വേണ്ടി പറയുന്ന ഉത്തരം മാത്രമാവും. അതിനപ്പുറത്ത് ഇതൊരു പ്രധാനപ്പെട്ട, നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരങ്ങളിലൊന്ന് സഹകരണ മേഖലത്തിൽ. 2 പ്രവാസി സമൂഹം തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോയി, അവിടെ നിന്നൊരു അധ്വാനിച്ചു, ആ കാശ് ഇങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ക്യാഷ് ഫ്ലോയും കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിലൊരു ഘടകമായി. ഈ 2 ഘടകങ്ങളില്ലായിരുന്നെങ്കിൽ കേരളം ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറുമായിരുന്നു. വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഉപോത്പകമായി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഘടകമായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ സഹകരണ മേഖല വളരെ സെൻസിറ്റീവാണ്. നിയമസഭ വളരെ ഗൗരവത്തോട് ചർച്ച ചെയ്ത വിഷയമാണ് പുതിയ നിങ്ങളുടെ അമെൻമെൻറ്റ്, സഹകരണ നിയമ ഭേദഗതി. എക്രോസ് ദ ബെഞ്ച്, ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലാതെ 2 ആളുകളും വളരെ ഗൗരവമായി ചർച്ചക്കകത്ത് പങ്കെടുത്തു. ചില നിയമ ഭേദഗതികൾ, ആ ഭേദഗതിയെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന്, ഇതിലെ സഹകാരികൾ എത്ര തവണ തുടർച്ചയായി ഈ സ്ഥാനത്തിരിക്കാം. അപ്പോൾ ഡിസെൻ്റ് ഉണ്ടായിരുന്നു, കൺസെൻസിൽ എത്താൻ പറ്റിയില്ല. ഒടുവിലാണ് അത് 3 തവണയാക്കി പരിമിതപ്പെടുത്തിയത്. അതുപോലെ ഓഡിറ്റേഴ്സ്, ഇവിടെ ഇപ്പോൾ സജീഷ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു ഓഡിറ്റേഴ്സിനെ കുറിച്ച്. നേരത്തെ ഒരു ഓഡിറ്ററായിരുന്നു സഹകരണ സ്ഥാപനത്തിനകത്തുണ്ടായത്, ഇപ്പോൾ അത് ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സായി. കാരണം ഇതിനകത്ത് നടക്കുന്ന ചില തെറ്റായ ശീലങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനെ കാതലായ, ഒപ്പം സഹകാരികളിൽ യുവ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ ഉണ്ടല്ലോ അല്ലേ, സഹകരണ സംഘത്തിനകത്ത് 2 പേർ. അത് അത്രയൊന്നും പെട്ടെന്ന് സ്വീകാര്യമാവുന്ന കാര്യമല്ല. ഇത് ഈ മേഖലയിലുള്ള ആൾക്കാർ എന്താ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രം മാറുന്ന ആൾക്കാരാണ്. ഒരാൾ ഇതിനകത്ത് കയറിയാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. അവിടെയാണ് തേനീച്ചക്കൂട്ടിന് കല്ലെറിയുന്നത് പോലെ ഇടതുപക്ഷ സർക്കാർ ഒരു കല്ലെടുത്തെറിഞ്ഞത്. തുടർച്ചയായി 3 തവണ മാത്രമായി നിജപ്പെടുത്തിയത്. ആ തുടർച്ചയായി 3 തവണ നിജപ്പെടുത്തുമ്പോൾ തന്നെ ഉണ്ടായ ബഹളത്തിലാ. അതെങ്ങനെ നിങ്ങൾ പറയാ? നിങ്ങൾക്ക് എത്ര തവണ മത്സരിക്കാലോ? ഏത് നിയമസഭയിലേക്ക്? എത്ര തവണ നിങ്ങൾ ലോകസഭയിൽ മത്സരിക്കാം? പിന്നെ ഞങ്ങളെ മാത്രം തന്നെ നിങ്ങൾ ഇടങ്ങാറാക്കേണ്ട കാര്യം? അവിടെ കല്ലെറിഞ്ഞു, പക്ഷെ അതിൽ 2 പക്ഷത്തു നിന്നുള്ള യോജിപ്പുണ്ടായപ്പം അത് 3 തവണ നിജപ്പെടുത്തി. പിന്നെ കേരളത്തെ എങ്ങനെ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കാം, അതിന് അവസരം കിട്ടുമ്പോൾ അടിക്കാൻ വേണ്ടി മറുഭാഗത്താൽ കാത്തു നിൽക്കുന്നു. അതിന് ഞങ്ങൾ നല്ല വടിയൊക്കെ ചെത്തി കൈ കൊടുത്തു. അങ്ങനെയാണല്ലോ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾ നോക്കി നടക്കുമ്പോൾ നല്ല വടി ചെത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇതാ തലക്കടിച്ചു എന്ന് പറഞ്ഞു. അത് നമ്മുടെ ചില സഹകരണ പ്രസ്ഥാനങ്ങൾക്കകത്തെ ചില തെറ്റായ ശീലങ്ങളും ചില തട്ടിപ്പും വെട്ടിപ്പുമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കൊട്ടയിലെ മാങ്ങയിൽ ഒരു മാങ്ങ കിട്ടുമോ എല്ലാ മാങ്ങയും മോശമാണല്ല. സഹകരണ മേഖലക്കകത്തെ ബാങ്കുകൾക്കകത്തുണ്ടായ ചില തെറ്റായ പ്രവണത, അതിപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി.
പപ്പാട്ടൻ്റെ കഥയാണ്. പപ്പാട്ടൻ എന്നെ ക്ഷണിച്ചു, എന്നോട് പറഞ്ഞു നീ എന്തായാലും ഉണ്ടാവണം. പപ്പാട്ടൻ പറഞ്ഞാൽ എനിക്ക് നോ പറയാൻ കഴിയില്ല. നീ ചെയ്യണം, സ്വരാജ് ഏറ്റുവാങ്ങണം, അതായിരുന്നു കണ്ടീഷൻ. ഞാൻ പറഞ്ഞു ശരി, എന്താ കണ്ടീഷൻ? പറ്റി എൻ്റെ ഇഷ്ടമുള്ള ഡേറ്റാ അതാണ്. പപ്പാട്ടനെ പോലത്തെ ഒരാൾ നിനക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ വെക്കണം എന്ന് പറഞ്ഞാൽ നോ പറയാൻ കഴിയില്ലല്ലോ. ആ കഥയുടെ പേര് നിങ്ങൾക്ക് അറിയാം, ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാൻ പറ്റും. ആ കഥ അതിലെ 9ാമത്തെ 10ാമത്തെ കഥയാണ്. ആ പേര് ഒരു മാർക്കറ്റിംഗ്, കാരണം ഒരു കഥാസമാഹാരം എഴുതിയാൽ ആ കഥാസമാഹാരം വിറ്റഴിക്കാൻ ഇന്ന് കേരളത്തിനകത്ത് ആ പേര് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതെന്താ തെറ്റായ ശീലത്തിൻ്റെ ഭാഗം? ഇതിൽ രാഷ്ട്രീയമില്ല. ഈ മേഖലയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പം ലെഫ്റ്റും റൈറ്റും മിഡിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സഹകരണ മേഖല ജനജീവിതത്തെ ദൈനംദിനം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചത്. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രി നല്ല ഇനീഷ്യേറ്റീവ് ചെയ്തു. അദ്ദേഹം നല്ല കഠിനാധ്വാനം ചെയ്തു. സെലക്ട് കമ്മിറ്റി ഉണ്ടാക്കി. സെലക്ട് കമ്മിറ്റി അക്രോസ് സ്റ്റേറ്റ് സഞ്ചരിച്ചു, അക്രോസ് ഇന്ത്യ സഞ്ചരിച്ചു, അതിൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമ ഭേദഗതി അവതരിപ്പിച്ചതും വിജയിപ്പിച്ചതും. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? യുവ സഹകരണ സംഘത്തെക്കുറിച്ചാണ്. 3.5 കോടി സഹകാരികളെക്കുറിച്ച് സജീത് ബാബു സൂചിപ്പിച്ചു. എത്ര യുവാക്കളുള്ള? ഈ 2 ചാൻസ് ഒന്നും കിട്ടൂല. ഇപ്പം ഈ 2 എന്നുള്ളത് റിസർവേഷനിലൂടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ചാൻസും കിട്ടൂല. അതും വിട്ടാലൊന്നും പോകുന്നില്ല. ആരും സ്വയം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ആരും യുവാക്കൾ നമ്മളിപ്പോൾ സ്ത്രീ സംവരണം ലോക്കൽ ബോഡിയിൽ വരുത്തിയിട്ടില്ലെങ്കിൽ ആരും സ്ത്രീക്ക് ചാൻസ് കൊടുക്കില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ത്രീ റെപ്രസെൻറ്റേഷൻ കുറച്ചുണ്ടെങ്കിൽ നിങ്ങളെ കയ്യടി വേണ്ടി വേണ്ടാൻ വേണ്ടി പറയുന്നതല്ല. റിസർവേഷൻ ഈ പറഞ്ഞ ഈ ലോക്കൽ ബോഡിക്കകത്ത് അന്നത്തെ സർക്കാർ 50% പെടുത്തിക്കൊണ്ട് മാത്രമാണ് 50% സ്ത്രീകൾ വന്നത്. അല്ലെങ്കിൽ ഓരിങ്ങനെ വോട്ട് കൊടുത്തവരായിരിക്കും, പക്ഷേ മത്സരിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും. ആ റിസർവേഷൻ വന്നുകൊണ്ടാണ്. അതുപോലെ റിസർവേഷൻ ഈ 2 പേർ നിർബന്ധമായും യൂത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 പേരെ സഹകരണ മേഖലക്കകത്ത്. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും വെച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടേ? ഞാൻ അതിനർത്ഥം മുതിർന്നവരനോട് ഇതിരുന്നവൊന്നും വേണ്ട കേട്ടോ. നാളെ ഞാനും ഇതാവുമല്ലോ, ആ ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോൾ യൂത്തിൻ്റെ പ്രായം ഞാനും കഴിഞ്ഞു, സജീഷ്, നമ്മൾക്ക് ഒന്നിച്ച് കണ്ടംപററീസാണ് യൂത്തിൽ. സജീഷ് എന്നേക്കാൾ 2-3 വയസ്സ് കുറവായിരിക്കും. അപ്പോൾ ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾ പ്രകാരം ഐ ആം നോട്ട് എ യൂത്ത്. പിന്നെ ഇപ്പോൾ പറയുന്നത് ന്യൂ 40s ആർ ന്യൂ 30s. ആ ഒരു ക്ലോസ് പറഞ്ഞ് നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് 40s ആർ ന്യൂ 30s, 50s ആർ ന്യൂ 40s എന്നുള്ള ആ ഒരു ക്ലോസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിയമപ്രകാരമുള്ള യൂത്തൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇവിടെ യുവ സഹകരണ സംഘം ഉണ്ടാക്കി. അതിൽ നമുക്കൊരു, എനിക്ക് ഷാഫീനെ വലിയ പരിചയമില്ലാത്തതുണ്ട്, നിങ്ങളുടെ സിസ്റ്റം എനിക്ക് അറിയാത്തതുണ്ട്, വേറെ ഒന്നും തോന്നരുത്. അതിനകത്ത് നമുക്കൊരു ബ്രാൻഡ് അംബാസഡറാക്കി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന സ്ഥാപനമാണ് ഈ നാട്. അത് സജേഷ്. അപ്പോൾ അദ്ദേഹം നടത്തിയ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരും കൈവെക്കാത്ത മേഖല, അതുകൊണ്ടാണ് വിജയിച്ചത്. എന്താ കൈവെക്കാത്ത മേഖല? ഈ വേസ്റ്റ് മാനേജ്മെൻറ്റാ. ആള് പൊതുവിൽ അങ്ങനെ ചളിയൊന്നും പെരങ്ങാക്ക് ഇഷ്ടമൊന്നുമല്ല. ഇനി സജഷൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ 22 കോടി ടേൺ ഓവർ, 63 ലക്ഷം ലാഭം. സജേഷൻ ഇനി നീ തെറിക്കും, ഇനി നടി വരും. എന്താ? അടുത്ത ഇതിൻ്റെ പ്രസിഡന്റ് ആവാൻ നല്ല മത്സരം ഉണ്ടാവും. ഉണ്ടാക്കാനൊന്നും കഴിയില്ല. മെനക്കെട്ടൊരുത്തൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു കാർ ഇപ്പം മേടിച്ചിട്ടില്ലല്ലോ. കാർ ഇപ്പം മേടിക്കണ്ട കേട്ടാ, അടുത്ത ടേം കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അടുത്ത ഒരു ടേം കൂടി 5 കൊല്ലത്തേക്ക് കിട്ടും, അന്നേരം മേടിക്കണ്ടുള്ളൂ. കാറും കൂടി ഇപ്പം മേടിച്ചാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടാവും. ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഇരിക്കാനാണ് തയ്യാറ്, ഉണ്ടാക്കാൻ ആൾ തയ്യാറല്ല. ഇവിടെ ഈനാടെന്ന് പറയുന്ന സഹകരണ സംഘം, യുവ സഹകരണ സംഘം ഉണ്ടാക്കി. അവർ സെക്ടർ കൈവച്ചത് ഏതിലാ? കൈവച്ചത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അത് സക്സസ് ആക്കാൻ കഴിഞ്ഞു. ഷാഫിയുടെ ഏതാ നിങ്ങളുടെ മീഡിയ? എനിക്കെത്ര ധാരണയില്ലാത്തതുകൊണ്ട് അതൊന്നും തോന്നരുത്. നിങ്ങളൊരു വേറെ ഡിസ്റെസ്പെക്ട് ചെയ്ത് തോന്നരുത്. എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. സജേഷ് പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ളവരായതുകൊണ്ട് ഞാൻ വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്. വിജയിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്കിനകത്ത് എന്നെ ചീത്തയാണ്. ഞാൻ പിന്നെ സ്ഥിരം ചീത്ത കേൾക്കുന്ന, എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ ആരും കയറി ആക്ഷേപിച്ച് എന്നെ കുറേ കാലം മിത്തോളി എന്ന് വിളിക്കുക. എൻ്റെ ഫേസ്ബുക്കിന് അടിയിൽ കയറിയിട്ട്, എടാ മിത്തോളി, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ?
ഇപ്പോൾ ഒരു ഇടക്കാലത്ത് ഞാനൊരു പ്രസംഗം നടത്തിയെന്താ, ആ പ്രസംഗത്തിൻ്റെ മുകളിൽ എൻ്റെ ഫേസ്ബുക്കിനടി നിൻ്റെയൊക്കെ വന്ന് കാല് പിടിക്കേണ്ടി വരും, നമ്മുടെ ഗതികേടാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് യൂത്ത് ഷുഡ് ടേക്ക് റിസ്ക്. സജേഷും സംഘം എടുത്ത പോലെ ചെറുപ്പക്കാർ റിസ്ക് എടുക്കണം. ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ലേ? ഇപ്പം ഞാൻ ഫസ്റ്റ് മത്സരിച്ചത് 35-ാമത്തെ വയസ്സിലാണ്. ആളുകൾ ഈ പൊതുവിലെ പ്രത്യേകത എന്താ അറിയോ? സുഖിപ്പിക്കുന്ന ശീലമാണ് പൊതുവിൽ സ്വാഗതമൊക്കെ പറയുമ്പോൾ. അയാൾ 2016 ആണെന്ന് ജയിച്ചു, 2021 ഇങ്ങനെ ജയിച്ചു, നിയമസഭ അങ്ങനെ നടത്തി. എന്നാലോ ഞാൻ 2014 പാർലമെൻറ്റ് തോറ്റു എന്നുള്ളവർ ആരും പറയില്ല. അതെനിക്ക് ഞാനത് വിഷമിക്കേണ്ട യാഥാർത്ഥ്യമല്ലേ. അത് ഞാൻ തോറ്റ 3000 വോട്ടിനാണ്. ഒരു കള്ളപ്പഹയൻ എൻ്റെ പേരുകാരൻ 4800 വോട്ട് പിടിച്ചു, ഞാൻ തോറ്റു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സംരംഭങ്ങൾ ആരംഭിക്കണം, സ്റ്റാർട്ടപ്സ്. ഈ യുവ സഹകരണ സംഘത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ സജിത് ബാബു പറഞ്ഞത് ആ രീതിയിലേക്ക് ഒരു കോൺസെപ്റ്റാണ്. സ്റ്റാർട്ടപ്പുകൾ, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരണം. അതിന് യുവ സഹകരണ സംഘങ്ങൾ മുൻകൈ എടുക്കണം. ഇപ്പൊ എന്താ സ്ഥിതി? എന്താ നമ്മുടെ ശരാശരി മലയാളിയുടെ സ്വപ്നം? ഞാൻ ശരാശരി മലയാളിയുടെ സ്വപ്നം പറയാം. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി പാസ്സാവുക, അതിൻ്റെ ഒപ്പം തന്നെ PUC കോച്ചിങ്ങിന് ചേരുക, PUC കോച്ചിങ്ങിന് കയറി ഒരു 5-10 ലിസ്റ്റിനകത്ത് വന്ന് എങ്ങനെയെങ്കിലും ജോലിയും മേടിച്ച് പിന്നെ മംഗലം കഴിച്ച് പിന്നെ ചെറിയ പുരയൊക്കെ എടുത്ത് ഒപ്പിച്ചു. അതിൻ്റെ അപ്പുറത്ത് ഡ്രീമൊന്നുമില്ല, ചെറിയ സ്വപ്നമാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ ഇത്തരം യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ 152 എത്ര ആൾ വർക്ക് ചെയ്യുന്നു? 252 പേര് വർക്ക് ചെയ്യുന്നത്. ഷാഫിൻ്റെ അടുത്തോ 52. ഇവര് മുതലാളിമാരാ. 252 പേർ സജീഷിന്റെ കീഴിലും 52 പേർ ഷാഫിയുടെ കീഴിലും വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് ആ നിലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ചിന്തിച്ചൂടാ? ഇനി സഹകരണ സംഘം തന്നെ ആവണമെന്നില്ല, സ്റ്റാർട്ടപ്പ് ആരംഭിച്ചൂടെ? ഈ തൊഴിൽ ദാതാവായിക്കൂടെ? തൊഴിൽ ദാതാവ് എന്ന കോൺസെപ്റ്റിലേക്ക് പോകണം. എപ്പോഴും PSC പരീക്ഷ എഴുതുക, ഞാൻ ആരെയും കീഴിൽ, എന്തിന് നിങ്ങൾ ആരെയും കീഴിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ബോസ് ആയിക്കൂടെ? നിങ്ങൾക്ക് തന്നെ സ്വയം ബോസ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ കീഴിൽ ഒരു 10 ആൾ വർക്ക് ചെയ്യുന്നു, 100 ആൾ വർക്ക് ചെയ്യുന്നു, ചെറിയ കാര്യമാണ്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാക്കുന്ന സംതൃപ്തി എത്രയാ? നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാക്കുന്ന സംതൃപ്തി ചെറുതല്ല. അതുകൊണ്ട് നമ്മുടെ യൂത്തിനോട് സഹകരണ പ്രസ്ഥാനം സഹായിക്കും. സഹകരണ മേഖല നിങ്ങൾ ആലോചിക്കണം, ആരെങ്കിലും ഹൂ വിൽ ഇൻവെസ്റ്റ് ചോദ്യമാണ്. അവിടെയാണ് ഈ സഹകരണ മേഖല നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളൊരു 5-10 ചങ്ങായിമാർ കൂടി ഒരു യുവ സഹകരണ സംഘമൊക്കെ ഉണ്ടാക്കി നിങ്ങളൊരു DPR തയ്യാറാക്കുക. ആ പ്രപ്പോസലുമായി സർക്കാരിലേക്ക് പോകും. ഞങ്ങൾ ഇന്നാണ് ആലോചിക്കുന്നത്, നിങ്ങൾ എന്ത് തട്ടിക്കൂട്ടി DPR തയ്യാറാക്കുന്ന സർക്കാർ അംഗീകരിക്കുന്നു മുന്നില്ല. പക്ഷെ അത് സർക്കാരിന് കൂടി കൺവിൻസ് ആവണം. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കൂടി കൺവിൻസ് ആവുന്ന ഒരു പ്രപ്പോസൽ തയ്യാറാക്കി പോയാൽ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യും, ആ പ്രപ്പോസലിന് പിന്തുണ ലഭിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പുതിയ തലമുറയോട്, യൂത്തിനോട്, സർക്കാർ സെക്ടറിനകത്തൊക്കെ പരിമിതികളുണ്ട്. എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ പിറകെ വരുന്ന കംഫർട്ട് കുഷനിൽ ഇരിക്കാൻ വേണ്ടിയാ? എന്തുകൊണ്ടാണ് ആളുകൾ ഈ PSC സർക്കാർ ജോലി എന്ന രീതി ചിന്തിക്കാനുള്ള കാരണം? അതൊരു 56 വയസ്സ് വരെ പിന്നെ വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ. ചെയ്താലും ശരി, ചെയ്തിട്ടില്ലെങ്കിൽ ശരി, ഒരു ബുദ്ധിമുട്ടുമില്ല. ജോലി ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിൽ ശരി, ഒരു ബുദ്ധിമുട്ടുമില്ല. നോ അക്കൗണ്ടബിലിറ്റി, ആരോട് ഉത്തരം പറയണ്ട. ഇതൊക്കെ കുറച്ച് എൻ്റെ ഫേസ്ബുക്കിനകത്ത് തെറി കിട്ടാനുള്ള ബോധ്യം ഇതാണെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ തലമുറ യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുക, സ്വന്തം തൊഴിൽ ദാതാവായി മാറുക, എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിയിലേക്ക് മാറാൻ ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിച്ചു പോകണം. അപ്പോൾ ആ രീതിയിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഓരോ സെക്ടറിനും ഇപ്പം ഞാൻ പറയാം, ഇന്ന് ഞായറാഴ്ചയാണ്, സാധാരണ നിലയിൽ നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല, ഒരു MLA നിങ്ങൾക്ക് ഇവിടെ കിട്ടൂല. എന്തുകൊണ്ട് പ്രശാന്ത് എത്താത്തത്? പ്രശാന്തിനെ കൊന്നാലും കിട്ടൂല, കാരണം അയാൾ മംഗലപ്പുറക്ക് ഇങ്ങനെ വായുന്നുണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ തലശ്ശേരിയിലാണ് ഇങ്ങനെ പായുന്നത്. അതങ്ങനെയാണ്. വിവാഹങ്ങൾ ഞായറാഴ്ച, വീട്ടുകൂടലുകൾ, മരണങ്ങൾ, ഇതൊക്കെയാണല്ലോ MLA. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പ് കാണുന്നെന്താ, നല്ല എഡ്യൂക്കേറ്റഡായ ചെറുപ്പക്കാരുടെ സംഘം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കറിയാം, അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അവർ എന്താ ഞാൻ ചോദിച്ചു, എന്താണ്? അവർ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ്. കാറ്ററിംഗ് സർവീസ് അതൊരു തൊഴിലാണ്. കാറ്ററിംഗ് ഇന്നിപ്പോൾ ഏതും കല്യാണപ്പുരക്ക് വിളമ്പാൻ ആളെ കിട്ടുന്നുണ്ട്? ഇല്ല. എല്ലാം നല്ല ആളാഗ്രഹിക്കും, നല്ല ടൈയൊക്കെ ഇട്ട് വന്ന് നമ്മൾ വിളിക്കും, വന്ന് നിൽക്കുമ്പം തന്നെ നല്ല ഒരു കോട്ടൊക്കെ ഇട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകണം, ഇരുത്തിക്കണം,
ചോറ് വിളമ്പാൻ ഈ കോട്ടുകാർ വേണം. അപ്പോൾ ആ രീതിയിലേക്ക് മലയാളിയുടെ കോൺസെപ്റ്റ് മാറി. അപ്പം അങ്ങനെ വരുമ്പം കാറ്ററിംഗ് സർവീസിനകത്ത് ആളുകൾ ഡിപ്ലോയ് ചെയ്തൊരു തൊഴിൽ സംരംഭമാണ്. കാറ്ററിംഗ് സർവീസിനകത്തേക്ക് തൊഴിൽ ആളുകളെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് ഒരു സംരംഭമാണ്. ഇഷ്ടംപോലെ എല്ലാ ഞായറാഴ്ചയും എന്നല്ല, എല്ലാ ദിവസവും മംഗലം. ഇപ്പോൾ മംഗലം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കല്യാണം. നിങ്ങൾ കല്യാണം എന്ന് പറയും, ഞങ്ങൾ മംഗലം എന്ന് പറയും. എല്ലാ ദിവസവും മംഗലാണ്, രാവിലെയും രാത്രിയും. അപ്പം അങ്ങനെ വരുമ്പം ഈ സംവിധാനങ്ങൾക്കകത്ത് സർവീസ് ചെയ്യുന്ന ആളുകളെ കിട്ടുന്നില്ല. അതൊരു സംരംഭമാണ്. നിങ്ങൾ ആളുകൾ ഡിപ്ലോയ് ചെയ്യുന്നു. അതുപോലെ ക്യാമ്പസ് കൾച്ചർ മാറുന്നു. എങ്ങനെയാ? മുമ്പ് എങ്ങനെ പഠിക്കൽ എങ്ങനെയാ? മുമ്പ് ഞാൻ ക്യാമ്പസിനകത്തെ ക്യാമ്പസിൽ റെഗുലറാണ്, പക്ഷേ ക്ലാസ്സിൽ ഇറഗുലറാണ്. നമ്മളൊക്കെ ക്യാമ്പസിൽ വളരെ റെഗുലറായിരിക്കും, എല്ലാ ദിവസവും ഉണ്ടാവും, പക്ഷേ ക്ലാസ്സിൽ ഗസ്റ്റ് അപ്പിയറൻസാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ നടക്കില്ല. കാരണം ഇന്ന് ഇൻറ്റേർണൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് കയറിയില്ലേ സംഗതി പോക്കാണ്. അന്നിപ്പോൾ നമ്മളൊക്കെ മാഷന്മാരൊക്കെ സഹായിക്കും, മതി പോട്ടെ, അവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലേ. 9:30 മുതൽ 3:30 വരെ ഞാൻ പഠിച്ച ബിണ്ണംകുളയിലെ ക്ലാസ്. അവിടെയും മാറ്റം വേണം. ഞാൻ പറയുന്നത് അവിടെ മാറ്റം വേണം. അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനീ 9:30 വരെ 3:30 വരെ എന്തിൻ്റെ കാര്യമാണ്? അത് റീഷെഡ്യൂൾ 8 മണി മുതൽ 1 മണി വരെ. അവിടെയും സഹകരണ പ്രസ്ഥാനത്തിൽ ഇടപെടാം. എങ്ങനെ? 8 to 1 ക്ലാസ്, 1 to 2 ബ്രേക്ക്, 3 to 6 ഏൺ വൈൽ യു ലേൺ. കേട്ടിട്ട് നിങ്ങൾ? ഏൺ വൈൽ യു ലേൺ. ജോലി ചെയ്യുമ്പോൾ തന്നെ, പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യുക. അവിടെ യുവസഹകരണ സംഘം ഇനിയും പ്രവർത്തിക്കാം. സഹകരണ മേഖല മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈനംദിന മേഖല ഇടപെടുന്ന പ്രസ്ഥാനമാണ്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ദൈനംദിനം ഇടപെടുന്ന സഹകരണ സംഘം എന്ന നിലയിൽ ഇവിടെ ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടത് ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആളുകൾ ഡിപ്ലോയ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മണി മുതൽ 6 മണി വരെ കുട്ടികൾ ജോലി ചെയ്യുന്നു. ഈ ജോലിയൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ദുരഭിമാനം ഇവിടെയുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ബാക്കി നിങ്ങൾ വിദേശത്തൊക്കെ പോയി, നമ്മളെ മലയാളി കുട്ടികൾ പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടിന് ഓരോ സ്ഥലത്ത് പോകും പഠിക്കാൻ. എനി പ്ലേസ് ഈസ് ബെറ്റർ ദാൻ മൈ പ്ലേസ് എന്നാണ് അവരുടെ കോൺസെപ്റ്റ്. എന്നാൽ ഇവിടത്തേക്കാൾ നല്ലതല്ലോ ലോകത്തെല്ലാ സ്ഥലം എന്നാണ്. അത് ഇപ്പം നമുക്കാർക്ക് മാറ്റാൻ കഴിഞ്ഞൊന്നുമല്ല. ഈ സ്പീക്കറായതിനു ശേഷം പലയിടങ്ങളിലും ഈ കോമൺവെൽത്ത് പാർലമെൻറ്റിൻ്റെയും മറ്റും കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ ആൾ ഓടി വരും, മലയാളി കുട്ടികളാണ്. ഞാൻ ചോദിക്കുന്നത്, അത് രാവിലെ സാർ ക്ലാസ് കഴിഞ്ഞു, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ 2 മണിക്കൂർ ഉറങ്ങി ഒരു 3 മണി മുതൽ രാത്രി 8 മണി വരെ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണം ഹോട്ടലിൽ മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളിൽ ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വീടിനെ ആശ്രയിക്കണ്ട. ഏൺ വൈല്യൂ ലേൺ എന്ന തിയറി വിദേശ രാഷ്ട്രങ്ങൾക്കകത്ത് വന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിനകത്തും നടപ്പിലാക്കാൻ ആവശ്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിയമസഭയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെയാണ് യുവ സഹകരണ സംഘങ്ങൾ എങ്ങനെ ക്യാമ്പസുകളുമായി ടൈപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും, ക്യാമ്പസുകൾക്കകത്ത് എങ്ങനെ ഇടപെട്ടുകൊണ്ട് കുട്ടികളെ, ഇപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ വളരെ പ്രധാനമാണല്ലോ. എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കത്തക്ക നിലയിൽ ഒരു ക്രമീകരണം എങ്ങനെ വരുത്താം, അവിടെ സഹകരണ സംഘങ്ങൾ ഇടപെടണം. യുവ സഹകരണ സംഘങ്ങൾ. ഇപ്പോൾ ആരാ സ്വിഗ്ഗിയിലൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്ന ആൾക്കാർ? സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ ആരാ? കുട്ടികളാണ്. ക്യാമ്പസ് പഠിക്കുന്ന കുട്ടികളാണ്, വളരെ യങ്സ്റ്റേഴ്സാണ് പോകുന്നത്. എന്തുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ യുവ സഹകരണ സംഘത്തിന് ആരംഭിച്ചുകൂടാ? ഗിഗ് വർക്കേഴ്സ് എന്ന് പറയാം. അത്തരം മനുഷ്യനുമായി ബന്ധപ്പെട്ട ദൈനംദിന ജീവിതത്തിൽ എല്ലായിടത്തും ഇടപെടാൻ നമുക്ക് സാധിക്കണം. എല്ലാ ഇടങ്ങളിലും സജീവമായി ഇടപെട്ടു പോകാൻ നമുക്കാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പൊതുവിൽ ഈ ഏതൊക്കെ സെക്ടറിനകത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ അത്ര അവെയറല്ല. ആരും കൈവെക്കാത്ത മേഖലയിൽ സജേഷ് വെച്ചപ്പോൾ അവർ ജയിച്ചു. സജേഷ് നിയമസഭയിൽ ഇടക്കിടക്ക് വരുന്ന ആളാണ്, മന്ത്രിയെ കാണാൻ. അപ്പോൾ ഇടയ്ക്ക് എന്നെയും കാണാൻ വരും. അതുപോലെ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം ഏതൊക്കെ മേഖല 1, 2, 3, 4, 5 അങ്ങനെ ഏതൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റ്സ് നടത്താം. സർക്കാരിൻ്റെ ഗ്രാൻറ്റോടുകൂടി സഹകരണ സംഘം സഹായിക്കുന്നുണ്ട്, സഹകരണ പ്രസ്ഥാനം സഹായിക്കുന്നുണ്ട്. അപ്പോൾ യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ യുവ സഹകരണ സംഘം വളരെ കൃത്യമായ ഡിസിപ്ലിൻ ഏറ്റവും അനിവാര്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഗ്രാൻറ്റം കിട്ടി അതങ്ങ് അപ്പാട് പുതുങ്ങിക്കളെന്ന് വിരിക്കാൻ പാടില്ല. ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഡിസിപ്ലിൻ മാത്രമല്ല, ഇക്കണോമിക് ഡിസിപ്ലിൻ കൂടി വളരെ മസ്റ്റാണ്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം, ജീവിതത്തിൽ അച്ചടക്കം,
ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇവിടെ മീഡിയക്കകത്താണ് ഇപ്പോൾ യുവ സഹകരണ സംഘം ഉള്ളത്. ഏതൊക്കെ മേഖലയാണ്? ഇങ്ങനെ കേരളത്തിലെമ്പാടും നമ്മൾ നോക്കിയാൽ യുവ സഹകരണ സംഘത്തിന് വലിയ രീതിയിൽ സ്പേസ് ഉണ്ട്. ആ സ്പേസ് നിങ്ങൾ ഈ സെക്ടറിനകത്ത് ഇപ്പോൾ സഹകരണ മേഖലയ്ക്ക് എന്നെക്കുറിച്ച് ഇവൻ പറഞ്ഞു, ഞാൻ 3 വർഷമായിരുന്നു ആകെ. അപ്പോഴേക്കും ഞാൻ നിയമസഭാ സാമാജികനായിപ്പോയി. അപ്പം ഞാൻ ഒഴിഞ്ഞു കൊടുത്തു. സഹകാരിയായിരുന്നു വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ ഒരു കാലത്ത്, ഇപ്പല്ല. അപ്പം സഹകരണ മേഖലക്കകത്തെ നിയമങ്ങൾ പഠിച്ച് ആ നിയമങ്ങൾക്കകത്തു നിന്നുകൊണ്ട് എന്തൊക്കെ തരത്തിൽ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന സഹകരണ സംഘങ്ങൾ തുടങ്ങാൻ സാധിക്കുമോ അതിൽ മടിച്ചു നിൽക്കരുത്. ഞാൻ പറഞ്ഞത് പ്രശാന്തന് മങ്ങലാണെന്ന് എത്തൂല എന്ന് പറഞ്ഞു, പക്ഷെ എന്തോ എത്തി കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഏതൊക്കെ സെക്ടറിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റുമോ ആ സെക്ടറിനകത്തൊക്കെ ഇടപെട്ടുകൊണ്ട് യുവ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കാൻ, അത് നമുക്കൊരു നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം വരില്ലേ? ഇപ്പോൾ നാളെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രം നാളെ പരിശോധിക്കുമ്പോൾ ഈ നാട് സഹകരണ സംഘം ഉണ്ടാക്കും. ആരായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്? സജേഷാണ്, ആ ടീമാണ്. അതുപോലെ റിസ്ക് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിനകത്ത് സ്വയം കൈവെക്കാനും ആ മേഖലക്കകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇപ്പം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ DYFI മവാസോ എന്ന പേരിലൊരു സ്റ്റാർട്ടപ്പ് സെമിനാർ നടത്തി. അതുപോലെ സഹകരണ മേഖലയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കാനും ആ സ്റ്റാർട്ടപ്പ് കമ്പനികളിലൂടെ ഇന്നോവേറ്റീവായ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ കേരളീയ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലും തൊഴിൽ നൽകാനും, തൊഴിൽ ഇഷ്ടം പോലെ അനിവാര്യം മസ്റ്റാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ജോലി വേണം. ആ രീതിയിലേക്ക് ജോലി കൂടി നൽകാൻ പാകത്തക്ക നിലയിൽ കാര്യങ്ങൾ ആലോചിച്ചു പോകാൻ നമുക്കാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സുദീർഘമായ പ്രസംഗത്തിന് സ്കോപ്പില്ല. ഇതൊക്കെ നിങ്ങളിപ്പോൾ ഈ മാൻഡേറ്ററി വന്നിരിക്കുന്ന ആൾക്കാർ ഭൂരിഭാഗവും മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. കാരണം ഇത് യുവ സെമിനാറിനേക്കാൾ മുമ്പ് സ്പീക്കറൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഡയറക്ഷൻ വന്നില്ല, സ്പീക്കർ എന്ന് വരുന്നുണ്ട്, ഇന്ന സമയത്ത് വന്ന് ഇരുന്നോളണം എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരാണ്. പിന്നെ ഈ അട്രാക്ഷൻ്റെ ഭാഗം ഇരിക്കുന്ന, ഈ സെമിനാറിനുള്ള താല്പര്യത്തിൻ്റെ ഭാഗം ഇരിക്കുന്ന ആളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ചെയ്യാം. അങ്ങനെ ഞങ്ങളെപ്പോലെ ന്യൂ ജനറേഷൻ യുവ സഹകരണ സംഘം, അപ്പോൾ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, മൈക്ക് കിട്ടിയാൽ എന്നാൽ പിന്നെ അങ്ങ് കാച്ചിക്കളയാം. ആ ടൈപ്പല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ഏത് പരിപാടി പങ്കെടുത്ത വന്നിരിക്കണം, കാരണം അയാൾ അത്രയും സംസാരിക്കും. അതുകൊണ്ട് സ്പീക്കർ ആണെന്നുള്ളത് കൊണ്ട് തന്നെ സ്പീക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഭാഗം ഞാൻ പറയുന്ന അപ്പാട് ബുദ്ധിക്കണം എന്നല്ല. ഞാൻ പറയുന്ന ഭാഗത്തിനകത്ത് വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി യുവ സഹകരണ സംഘങ്ങൾ ആരംഭിക്കാൻ നമ്മുടെ യൂത്ത് തയ്യാറാവണം എന്നുകൂടി പറഞ്ഞ് മറ്റു കൂടുതൽ കാര്യം കടന്നു പോവാതെ ഈ യുവ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട യുവ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകൾ, വേദിയിലുള്ള ഡോക്ടർ സജിത് ബാബു IAS, ശ്രീ R ജയദേവൻ, ശ്രീ സജയ് ശശി, ശ്രീ മുഹമ്മദ് ഷാഫി, ശ്രീ അയ്യപ്പൻ നായർ ഉൾപ്പെടെ വേദിയിലും സഹസ്രമുള്ള പ്രിയപ്പെട്ട സഹകാരികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുവജന സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ സെമിനാർ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ യുവജന സഹകരണ സംഘങ്ങൾക്ക് വലിയ സ്കോപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ മറ്റൊരു സെമിനാറിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. യുവ സഹകരണ സംഘങ്ങൾ പ്രഖ്യാപിച്ച അവസരത്തിൽ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഒരു യുവജന സഹകരണ സംഘം ഞങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി. വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻ്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷത്തെ അനുഭവം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൽ ചില സഹകരണ നിയമത്തിൽ ചില തിരുത്തലുകൾ ഇതിന് അനുയോജ്യമായി വരണമെന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ പരമ്പരാഗതമായി സഹകരണ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ ഭൂരിഭാഗവും. സാധാരണ സഹകരണ സംഘത്തിൻ്റെ ജോലി എന്താ? ഡിപ്പോസിറ്റ് വാങ്ങുക, വായ്പ കൊടുക്കുക, അതിൻ്റെ ചെറിയ ഇൻട്രസ്റ്റ് ലാഭവിഹിതമായി കാണുക, അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ടുള്ള ആക്ടിവിറ്റീസ്. എന്നാൽ യുവജന സഹകരണ സംഘങ്ങൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശയം എന്ന് പറയുന്നത്
സംരംഭക ഗ്രൂപ്പുകളായി മാറുക എന്നുള്ളതാണ്. യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. സാധാരണഗതിയിൽ ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയിൽ നടക്കുന്ന ധനകാര്യ ആക്ടിവിറ്റീസ് ഇവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹകരണ നിയമത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ഈ സംരംഭക പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. അത് പ്രത്യേകമായി അതിൽ തിരുത്തലുകൾ വരുത്താൻ ആവശ്യമായിട്ടുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും ഒക്കെ യുവജന സംഘങ്ങൾ നൽകണം. ഞങ്ങൾ അങ്ങനെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്ത് പ്രവർത്തനം നടത്താനുള്ള അനുവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റു ചില പ്രശ്നങ്ങൾ, ഞങ്ങളാണെങ്കിൽ പ്രത്യേക ഡിവിഷനുകൾ രൂപീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ സഹകരണ നിയമത്തിനകത്ത് എങ്ങനെ ഉൾച്ചേർക്കും എന്നുള്ളതിൻ്റെ വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ ഒരു സംഘം ടീം വന്നിട്ട് ഒരു 100,000 കുറി എഴുതിയിട്ടിട്ടങ്ങ് പോയി. അപ്പോൾ എങ്ങനെ സഹകരണ സംഘങ്ങൾ മുന്നോട്ട് പോകും? അപ്പോൾ കുറേ എഴുത്തുകാരൊക്കെ ഇവിടെ കാണുന്നില്ല. അപ്പം ആ ഘട്ടത്തിൽ ഞാനും ആലോചിച്ചതാണ്, എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്, നമുക്കിത് മതിയാക്കിയിട്ട് കമ്പനി ആരംഭിച്ചാൽ പോരെ. അപ്പോൾ സഹകരണ സംഘത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണ് സഹകരണ സംഘം രൂപീകരിച്ചത്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, കമ്പനിയായിട്ട് രൂപീകരിച്ചിരുന്നെങ്കിൽ ആ വൈബ് കോഴ്സ് ഇന്ന് ഇവിടെയെങ്കിലും നിൽക്കില്ല, വേറെ നിന്നിനെ. നമ്മുടെ വളർച്ച മുരടിച്ചു പോയി. അവിടെ പറയുന്നതിൽ പ്രയാസപ്പെട്ട് ആർക്കെങ്കിലും വിഷമം തന്നിട്ട് കാര്യമില്ല. പറയേണ്ട വേദി പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ചില പ്രയാസമുണ്ട്. ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത്. നിയമത്തിനകത്ത്, അത് നിങ്ങളുടെ കാര്യം കുഴപ്പമൊന്നുമല്ല, നിയമത്തിനകത്ത് ഇത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തിക്കാനാകും വിധമുള്ള ഭേദഗതികൾ വരുത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ. ഞാൻ ഒരു കുറേയൊക്കെ വായിച്ചിട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. നമ്മൾ ആരുടെയും പണം എടുത്തിട്ട് ചിലവഴിക്കുന്നില്ല. ഞങ്ങളുടെ പ്രത്യേകതയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ ഡിവിഷനും ആ ഡിവിഷനിൽ അംഗമായിരിക്കുന്നവർ അവരുടെ പണം മുടക്കിയിട്ടാണ് സംരംഭങ്ങൾ തുടങ്ങുന്നത്. ആരുടെയും ഡിപ്പോസിറ്റ് എടുത്തല്ല സംരംഭങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ കുറേ എടുത്ത് കണ്ടാൽ തോന്നും സർക്കാരിൻ്റെ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ തുടങ്ങി ഇരിക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് കുറേ. അതെങ്ങനെ ശരിയാകും? അപ്പം നമ്മൾ നമ്മുടെ പണം വെച്ച് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിനനുഗുണമായ നിലയിൽ ഒരു മയപ്പെടുത്തിയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണ്ടേ? അപ്പം അങ്ങനെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ നിയമസഭയിൽ നമ്മുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. നമുക്ക് ആ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് ആവശ്യം വേണ്ടുന്ന തിരുത്തലുകൾ അതിനകത്ത് വരുത്താൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെ വന്നാലല്ലേ സംരംഭക ഗ്രൂപ്പുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയൂ. ഈ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് വരിക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. ടക്കനെ ഒരു സ്വിച്ചിട്ടാൽ തീരുമാനം വരണം എന്ന് പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ മേൽത്തട്ടുകളിൽ നിന്നും താഴോട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിസ്സംശയം പറയാം, കേരളത്തിലെ യുവജന സഹകരണ സംഘങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാവും വിധം മുന്നേറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഞാൻ ഇന്നലത്തെ സെമിനാറിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സർവീസ് മേഖലയിൽ നമ്മുടെ നാട്ടിൽ, ഞാൻ ഇന്നലെ അത് തിരക്കുള്ളത് കൊണ്ട് കൂടുതൽ പറയാൻ സാധിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിൽ സർവീസ് രംഗത്ത് വലിയ സാധ്യത ഇപ്പോഴും ഉണ്ട്. സർവീസ് മേഖലയിൽ, ആ സർവീസ് മേഖലയിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പാക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോഴത്തെ വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോമും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തൊഴിൽ കിട്ടാൻ പറ്റുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയണം. അതിന് ഗവൺമെൻറ് തീർച്ചയായിട്ടും യുവജന സഹകരണ സംഘങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ എത്രമാത്രം തൊഴിലാളിക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ ആ ഒരു പോയിന്റാണ്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള സ്ത്രീജനങ്ങൾ വീടുകളിൽ തൊഴിലിന് പോകാൻ പറ്റാത്ത സാമൂഹ്യ ചുറ്റുപാടിൽ ഇരിക്കുകയാണ്. അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ആ വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോമും അടക്കമുള്ള സംഗതികളെ മുന്നോട്ട് കൊണ്ടുവരാൻ, സർവീസ് മേഖല അടക്കം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും വിധം നമ്മുടെ യുവജന സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേകമായൊരു മാർഗനിർദ്ദേശം നമ്മൾ തയ്യാറാക്കിയാൽ അതായിരിക്കും തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കൂടി തീർച്ചയായിട്ടും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിരവധി സഹകരണ സംഘങ്ങൾ വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ കൂടി സൂചിപ്പിക്കും. ഞാൻ അല്പം വിമർശന വിധേയമായി പറഞ്ഞത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം വരൂ. കേരളത്തിൻ്റെ സാഹചര്യം മാറിയിട്ടുണ്ട്. ഞാൻ പല വേദികളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ട് വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതാണോ? ഇന്നലെ രാജീവ് മിനിസ്റ്റർ സൂചിപ്പിച്ചു, 3,30,000 പുതിയ വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മളത് പറഞ്ഞപ്പോൾ പല പത്രമാധ്യമങ്ങളും ആ യൂണിറ്റുകൾ തപ്പി നടക്കുകയാണ്. ഇതിപ്പോഴും ഉണ്ടോ? സ്വാഭാവികമായിട്ടും ചില സംരംഭങ്ങളൊക്കെ നഷ്ടം വരും. ആ നഷ്ടം വന്നാലും ബാക്കിയുള്ള സംഘങ്ങൾ നിൽക്കുകയാണ്, തൊഴിൽ ലഭിക്കുകയാണ്. അപ്പം 3,30,000 വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാൻ കഴിയുന്നു, ചെറിയ MSME യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടി കഴിയുന്നു എന്ന് പറയുന്നത് കേരളത്തിനകത്ത് വന്നിട്ടുള്ളൊരു വലിയ മാറ്റമാണ്. അതിൻ്റെ ആധാരം എന്താ?
നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരായിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടുകാലത്തെ സ്ഥിതിയല്ല. ചെറുപ്പക്കാരെല്ലാം വിദ്യാസമ്പന്നരായി അവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന തൊഴിലുകൾ തേടി ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ജോബ് ഫെസ്റ്റ് നടത്തി. ഏതാണ്ട് 5600 ചെറുപ്പക്കാരവിടെ രജിസ്റ്റർ ചെയ്തു. 133 കമ്പനികൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അപ്പോൾ ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ അവരുടെ മാനവ വിഭവശേഷിയെ പ്രയോജനപ്പെടുത്താൻ തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ വേണ്ടി കഴിയും. അതിന് തക്ക നിലയിൽ നിങ്ങളുടെ ചർച്ചകളും സമീപനങ്ങളും വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. സഹകരണ മേഖലയിലെ ആദ്യ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് ലിമിറ്റഡിൻ്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷാ ബി പി അവർകളെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഐക്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസാണ്. ഇത് തുടങ്ങുമ്പോൾ എനിക്കും അറിയില്ലായിരുന്നു. പിന്നീട് അറിഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെയാണ്. പിന്നീടാണ് ICAയുടെ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന് ഡൽഹിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചു. അന്നാണ് അറിയുന്നത് ഏഷ്യയിൽ തന്നെ മീഡിയ പ്രൊഡക്ഷൻ മേഖലയിൽ ഇങ്ങനെയൊരു യുവ സഹകരണ സംഘം ഇല്ല എന്നുള്ളത്. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. 2021 സെപ്റ്റംബർ 6-ാം തീയതിയാണ് CM ഔദ്യോഗികമായി ഈ യുവ സഹകരണ സംഘങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് കേരളത്തിൽ 29 യുവ സഹകരണ സംഘങ്ങളായിരുന്നു. പിന്നീട് അറിഞ്ഞത് 31 ഉണ്ടെന്നായിരുന്നു. സജിസ് ബാബു സാർ പറഞ്ഞത് 46 ഇപ്പം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ വേറൊരു സന്തോഷം തോന്നിയുള്ള ഒരു പ്രധാന കാര്യം, ഈ 2022 കൊച്ചിയിൽ വെച്ച് നടന്ന സഹകരണ എക്സ്പോയുടെ മീഡിയ PR ഐക്യൂബ്സ് ആയിരുന്നു. അതിനുശേഷം ഇന്ന് ഈ വേദിയിൽ ഈ യുവജന സമ്മേളനത്തിൽ ആശംസ പറയാൻ ഒരവസരം ലഭിച്ചത് വളരെ സന്തോഷമായിട്ട് കരുതുന്നു. ബഹുമാനപ്പെട്ട VK പ്രശാന്ത് MLA പറഞ്ഞതുപോലെ കുറേയധികം വിമർശനാത്മകമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഓഡിറ്റിൻ്റെ കാര്യം മാത്രമല്ല, സ്പീക്കർ പറഞ്ഞതുപോലെ കുറേ പ്രായം ചെന്നവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ യൂത്ത്, അതായത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവരാണ് ഈ യുവ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നപ്പം ഈ പ്രായം ചെന്നവരുടെ ഇടയിലേക്ക് ഞങ്ങൾ യുവാക്കൾ വന്നപ്പം കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങളിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് ഓഡിറ്റിലായാലും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്ക് ഇടയിലായാൽ പോലും അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഇനി ഉണ്ടാവണം. മാത്രമല്ല, ഈ യുവ സംഘങ്ങൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പ്രൊമോ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് കൂടുതൽ പഠിക്കാൻ പറ്റി. അപ്പോൾ സ്പീക്കർ സൂചിപ്പിച്ചു പുതിയതായിട്ട് യുവ സഹകരണ സംഘങ്ങൾ എല്ലാ മേഖലകളിലും വരാമെന്ന്. നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ 29 സഹകരണ സംഘങ്ങളിലും ഈ ബൈലോകളുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബൈലോകളിലും ഈ സ്പീക്കർ പറഞ്ഞതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള ബൈലോകളുമായിട്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവ സഹകരണ സംഘങ്ങൾ അന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഒത്തിരി വ്യത്യസ്തമായി മീഡിയ പ്രവർത്തനങ്ങളുമായി ഈ ഐക്യൂബ്സ് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ മുഴുവൻ പേര് ആർട്ടിസ്റ്റ് വെൽഫെയർ യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്നാണ്. ഇപ്പോൾ നിലവിൽ 52 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പ്രൊഫൈൽ പറയുകയാണെങ്കിൽ ഞാൻ 14 വർഷം മീഡിയ മേഖലയിൽ നിന്നിട്ട് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു, കൈരളിയിലും ജയ്ഹിന്ദിലും ഒക്കെ നിന്ന് ഏറ്റവും ഒടുവിൽ ETV ഭാരതിലായിരുന്നു, റാമോജി ഫിലിം സിറ്റിയിൽ ഹൈദരാബാദിൽ. ആ ജോലി മതിയാക്കിയിട്ടാണ് 2021 യുവ സഹകരണ സംഘങ്ങൾ ഇതേപോലെ സർക്കാർ രൂപീകരിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് വന്നത്. ഫുൾ ടൈം ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു ഫുൾ ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിലാണ് എന്നോടൊപ്പം തന്നെ 52 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം ഇത് മറ്റുള്ളവരിലേക്കൊന്ന് പറയാൻ, ഈ കേരളത്തിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഇടയിലേക്ക് പറയാനുള്ള അവസരം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഇത് കേട്ടെത്രത്തോളം പ്രചോദനം ഈ നാട്ടിലിനി ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നെ ഈ കുറച്ച് നാൾ കൊണ്ടായ 3 വർഷം കൊണ്ടുണ്ടായ കുറച്ച് നേട്ടം, അതാണ് ഞാൻ ഈ പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ICAയുടെ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൽ മീഡിയ റിപ്പോർട്ടിങ്ങിന് ഐക്യൂബ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കോഴിക്കോട് നടന്ന ICAയുടെ കോപ്പിച്ച് പ്രോഗ്രാമിൽ, പിന്നെ വാമിനികോമിൻ്റെ പൂനെയിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ മികച്ച മീഡിയ കോപ്പറേറ്റീവായിട്ട് നമ്മളെ ഐക്യൂബ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിലെയും കേരളത്തിലെയുള്ള 33 മാധ്യമങ്ങളിൽ ഐക്യൂബ്സിനെ പറ്റി പ്രത്യേക ഫീച്ചറുകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഫിഷറീസിൻ്റെ വർക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് സജി മിനിസ്റ്ററുടെ
എനിക്ക് നേരിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഗുണം വെച്ചിട്ടാണ് പിന്നീട് ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോജക്റ്റായ തീരസദസ്സ്, അത് ഞങ്ങളാണ് 47 തീരദേശ മണ്ഡലം കൂടെ സഞ്ചരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയത്. പിന്നെയുള്ളത് 2022 എക്സ്പോ, സഹകരണ എക്സ്പോ ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു സജഷനായി പറയാനുള്ളത് രജിസ്ട്രാറുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ 29, എൻ്റെ അറിവിൽ 29 സഹകരണ സംഘങ്ങൾ, യുവ സഹകരണ സംഘങ്ങളാണുള്ളത്. ഈ എല്ലാ സഹകരണ സംഘങ്ങളുടെയും പ്രസിഡൻറ്റുമാരെയും സെക്രട്ടറിമാരെയും തിരുവനന്തപുരത്ത് മീറ്റിങ്ങിനായി വിളിച്ച് എന്താണ് ഈ നിലവിലുള്ള ബൈലോകളെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ ഒരു കാരണം, ഇപ്പം എൻ്റെ മുന്നിൽ നിരവധി ക്യാമറകളുണ്ട്, അവരെയൊന്നും ജോലി പോകും അല്ലെങ്കിൽ പോക്കില്ല, എന്നാലും പറയുകയാണ്, ഞങ്ങളെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായി ഞങ്ങളെ എല്ലാം മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സഹകരണ എക്സ്പോ സഹകരണ മേഖലയ്ക്കകത്തുള്ള യുവ സഹകരണ സംഘങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മീഡിയ, ഫുഡ് എല്ലാം ചെയ്യാൻ കഴിയുന്ന യുവ സഹകരണ സംഘങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയുന്നതായിരിക്കും. അതാണ് എനിക്ക് രജിസ്ട്രാറിന് മുന്നിലേക്ക് വെക്കാനുള്ളത്. മാത്രമല്ല, നമ്മുടെ ഈ 7 സഹകരണ തത്വങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഐഡൻറ്റിറ്റി, സഹകരണ എക്സ്പോ ഒരു പ്രധാനമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ സഹകരണ എക്സ്പോ നമ്മൾ ഈ പറയുന്ന 29 സഹകരണ സംഘങ്ങളെ വെച്ച് ചെയ്ത് കാണിക്കാമെങ്കിൽ അതൊരു പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇങ്ങനൊരു അവസരം സംസാരിക്കാൻ കുറച്ച് സമയം തന്നതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. അവസാനിപ്പിക്കുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം ജോയിന്റ് രജിസ്ട്രാർ ശ്രീ അയ്യപ്പൻ നായർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. എക്സ്പോ 2025 ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച യുവ സഹകരണ സെമിനാറിൽ അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA പ്രിയപ്പെട്ട ശ്രീ VK പ്രശാന്ത് അവർക്ക് സഹകരണ വകുപ്പിൻ്റെയും സഹകരണ എക്സ്പോയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ അവർക്ക് സഹകരണ വകുപ്പിൻ്റെയും എക്സ്പോയുടെയും നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രിയപ്പെട്ട സജേഷ്, അതുപോലെ ശ്രീ ഷാഫി, ഈ 2 പേർക്കും സഹകരണ എക്സ്പോയുടെയും സഹകരണ വകുപ്പിൻ്റെയും നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു IAS അവർക്ക് സഹകരണ വകുപ്പിൻ്റെ ഔപചാരികതയുടെ പേരിൽ സാറിനും നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത് ഈ യോഗം വിജയിപ്പിച്ച മുഴുവൻ സഹകാരികൾ